ഗൈസ്. അങ്ങനെ നമ്മളിതാ തിരുവനന്തപുരത്ത് സമയത്ത് 4 മണിയല്ലേ ഗൈസ്? 4 മണി ആയിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങനെ തിരുവനന്തപുരം എത്തി ഗൈസ്. തിരുവനന്തപുരത്തെ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ്. ഗൈസ് 4 മണി കറക്റ്റിന് നമ്മളിവിടെ ലാൻഡ് ചെയ്തിരുന്നു ഗൈസ്. തിരുവനന്തപുരമാണ് ഇപ്പം നമ്മളുള്ളത്. ആകെ ഉറങ്ങണീച്ചോടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ് ഉള്ളത്. വല്ലാത്തൊരു നൊസ്റ്റാൾജി. എത്ര കൊല്ലമായി തിരുവനന്തപുരം വന്നിട്ട് ഗൈസ്? ഒരു 5-6 കൊല്ലമായി. ഓട്ടോ ആണ് നമ്മളിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ 4 ഓട്ടോ പിടിക്കാൻ പറ്റുമോ? ഇതാ ഈ മുന്നിൽ പോകുന്ന 3 ഓട്ടോ നമ്മളെ ഫാമിലി ഓട്ടോ ആണ് ഗൈസ്. ഇതാ ഒരോട്ടോ, ഇതാ മുന്നിൽ പോട്ടെ വീട്, ഇതാ ഒരു ഓട്ടോ, ഇത് നമ്മളെ ഫാമിലിയാണ് ഗൈസ്. ഇത് രണ്ടാമത്തത്. ഇതാ നമ്മളങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഫാമിലി അടക്കം ഒരു ഭീമപ്പള്ളി ടൂറാണ്. ഇത് രണ്ടാമത്തെ ഓട്ടോ ഗൈസ്. ഇത് രണ്ടാമത്തെ ഓട്ടോ നമ്മളെ ഫാമിലി ഓട്ടോ ആണ് ഗൈസ്. എടാ എമ്മിനോട് ഉള്ളിൽ കയറിയിരിക്കാൻ പറ അച്ഛയാ. മൂന്നാമത്തെ ഓട്ടോ ഗൈസ്. നമ്മളടക്കം 4ാമത്തെ ഓട്ടമാണ്. നമ്മളിവിടെ നോക്കാം. അങ്ങനെ 4 ഓട്ടോയിലാണ് ഗൈസ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നേതൃത്വം മിസ്റ്റർ ലത്തീഫ് പാലോടാണ്. 4 ഓട്ടോയിൽ പോകുന്നത് മിസ്റ്റർ ലത്തീഫ് പാലോട്ടിൻ്റെ നേതൃത്വത്തിലാണ്. വെഹിക്കിളുണ്ട് നമ്മുടെ ഓട്ടോ. ഓട്ടോക്കാരൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഗൈസ് 4 ഓട്ടോയിൽ ഫാമിലി ഇങ്ങനെ പോകുന്നത്. അടുത്ത ഓട്ടോ പോകുന്ന ഗൈസ്. കുറേ ആൾ പുറത്താണ് ഉള്ളത് ഗൈസ്. എസ്കോട്ടുണ്ട് നമുക്ക് ഗൈസ്. പോലീസ് നമ്മൾ വരുന്ന അറിഞ്ഞിട്ട് എസ്കോട്ടുണ്ട് നമുക്ക്. നമ്മൾ ചെറിയ ടീമല്ല, വലിയ ടീമാണ്. നമ്മൾ ചെറിയ ടീമല്ല. 5 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ തിരുവനന്തപുരത്തോടെ. ഞാൻ 5 കൊല്ലമായി തിരുവനന്തപുരം വന്നിട്ട്. 5 കൊല്ലത്തിൻ്റെ ശേഷമാണ് തിരുവനന്തപുരത്തിലോട്ട് ഇങ്ങനെ വരുന്നത് ഗൈസ്. അടുത്ത ഓട്ടം പോയി ഗൈസ്. അടുത്തതാ നമ്മളോട്ട് നമ്മളെ തോപ്പിച്ചു ഗൈസ്. അടുത്ത ഓട്ടം നമ്മളെ മുന്നിൽ കിടത്തി ഗൈസ്. ഇത് മൊത്തം മറ്റേതാണ് വീഡിയോകളോ ഇതെല്ലാം അടച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം എടുക്കണ്ട. ഇതാണ് അപ്പോൾ ശരിക്കും ഇതല്ല എൻട്രൻസ് അല്ല, എൻട്രൻസ് ഫ്രണ്ടിലൂട്ടല്ലേ. നമ്മളെ ബിയപ്പള്ളിയാണ് ഗൈസ്. മെയിൻ എൻട്രൻസ് അപ്പുറത്തൊട്ടെയാണ്. നമുക്ക് 2 ഇതിലൂട്ടും വരാം. അപ്പുറത്തൊട്ടും വരാം, ഇതിലും വരാം. ഇപ്പം ആരും ഇല്ല. അപ്പോൾ മെയിൻ നമ്മളിപ്പോൾ കാണിക്കുന്നത് പിന്നെ കിണറിന്ന് കുളിക്കാൻ പറ്റും. ഇവിടെ പെണ്ണുങ്ങൾക്ക് ആണെങ്കിൽ കുളിക്കേണ്ട സൗകര്യങ്ങളും പിന്നെ അതായത് നിസ്കാര റൂമുണ്ട്. അത് കൂടാണ്ട് വേറെ സ്ഥലത്തുമുണ്ട് നിസ്കാര റൂം. നമ്മളെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം. പക്ഷേ ഇത് മെയിൻ എന്ന് പറയുന്നത് ഗൈസ് നമ്മളെ കിണറാണ്. ഇതിൽ നിന്ന് നമുക്ക് കിണറിന് വലിച്ചിട്ട് കുളിക്കാം. അതായത് മരുന്ന് വെള്ളം എന്ന് പറയുന്നത് അതാണിത്. ഇതിൻ്റെ ചരിത്രം നമുക്ക് ചോദിക്കാം എന്താണ്. ഇതിൻ്റെ ചരിത്രം എന്താ? കിണറിൻ്റെ മരുന്നാണ് കിണർ. ഇത് മരുന്നാണ് കുളിക്കണം. മരുന്ന് വെള്ളം. ഇതെന്ന് പറയുന്നത് കിണറാണ് ഗൈസ്. ഇത് മരുന്ന് വെള്ളമാണ്. ഇതിൽ നമുക്ക് കോരി കുളിക്കാം. അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് കുളിച്ചതിനൊരു വേറെ തന്നെ ഒരു റാഹത്താണ്. ഫുഡെല്ലാം കൊടുക്കേണ്ട പേർക്കാണിത്. അപ്പോൾ ഒന്ന് തോന്നുന്നു ഫുഡിനെല്ലാം പാചകം ചെയ്യുന്നതെല്ലാം അതിനുള്ള പേർക്കായിരിക്കും ഇതെല്ലാം. പിന്നെ ഇവിടെ കുറേ ഫുഡിൻ്റെ പരിപാടി, തട്ടുകട അങ്ങനത്തെ ഇങ്ങനത്തെല്ലാം ഉണ്ട്. അതിലിപ്പം ബന്ധാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ആളെ ജീവിതമാർഗ്ഗമാണ് ഇതെല്ലാം മൊത്തത്തിൽ. ഇതെല്ലാം നമുക്ക് രാവിലെ കാണാം. ഇതാണ് നമ്മൾ ഭീമപ്പള്ളിയിൽ ഉമ്മാൻ്റെ ഭീമപ്പള്ളിയിൽ ഉമ്മാൻ്റെ ഇതാണ്. അതേപോലെ ഇവിടെ അടുത്താണ് ഗൈസ് പിന്നെ എയർപോർട്ട്, അതായത് ശംഖുമുഖം എയർപോർട്ട് പിന്നെ അടുത്താണ്. അവിടെ തന്നെയാണ് ബീച്ചും കാര്യങ്ങളും. ചായക്കടയുണ്ട്, തട്ടുകട, ചായക്കട, അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ട് ഗൈസ്. അതുപോലെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോ കിട്ടും. പിന്നെ വൈകുന്നേരം പിന്നെ ആൾക്കാർ വൈകുന്നേരം അധികം ഇതിൻ്റെ ഉള്ളിൽ വരാം. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇപ്പോൾ മാറ്റം വന്നതാണ്. ആദ്യമൊന്നും
ഇപ്പം ഇങ്ങനത്തെ സ്ഥലമൊന്നും ഇല്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കേണ്ടതും ഒരു പാർക്ക് പോലെയല്ല ഇപ്പം ആയതാണ്. അതിങ്ങനെ ഇങ്ങനത്തെ സെറ്റപ്പൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ആയതാണ് ഗൈസ് ഇങ്ങനെ ഇരിക്കേണ്ട സെറ്റപ്പ്. ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് വിമാനങ്ങൾ ഇവിടുന്ന് പോകുന്ന കാണാൻ പറ്റും. കാരണം ഇവൻ്റെ അടുത്താണ് എയർപോർട്ട് ഗൈസ്. ഒരുപാട് വിമാനങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് പോകുന്നതും വരുന്നതും. ചായ കുടിച്ച് നമ്മൾ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കാൻ പോവുകയാണ് ഞാനും മമ്മൂദ്. പൊറോട്ട പരത്തുകയാണ്. പൊറോട്ട രാവിലത്തെ പൊറോട്ടയാണ്, കടിയാണിത്. ഇന്ന് വട, പരിപ്പ് വട, മുട്ട, സമൂസ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പൊറോട്ട എന്നത്ര നമ്മൾ ചായ കൂടി തുടങ്ങി. ചായ കുഴപ്പമില്ല. നമ്മളെങ്ങനെ ചായ ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ പറയാൻ ടേസ്റ്റ് ഉണ്ടെന്നാണ്. കുഴപ്പമില്ല. പോകണം. രാവിലത്തെ ബസ് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്.